പിന്നെ സ്കറിയ ചേട്ടനും റെജീന, പിന്നെ അങ്കി, സഞ്ജു. ഞാൻ എല്ലാവരുടെ ഒരു പേരെന്ന് എല്ലാവർക്കും ഓർമ്മിക്കാനായിട്ട് പറയുന്നേ ഉള്ളൂ. എന്നാലും അതുപോലെ തന്നെ പിന്നെ ജോസഫ് ഏട്ടൻ, ത്രേസാമി ചേച്ചി, ആൽവിൻ, ജെയിൻ, നേതൻ, ഡേമിയൻ, പിന്നെ ഓസ്റ്റിൻ, അനുവിൻ്റെ എൻഗേജ്ഡായ അനുവിൻ്റെ ഫ്യൂച്ചർ വാറിൻ്റെ പേര് എനിക്ക് കിട്ടിയില്ല. സോ പേരെന്താ പേര്? അനു. അതുപോലെ തന്നെ പീറ്റർ ഏട്ടൻ, മോള ചേച്ചി, റോണി, റീനി, റീജ. ഞാൻ എപ്പോഴും അവർ മാറി വിളിക്കും. ഞാൻ എപ്പോഴും അവരുടെ പേരെ അങ്ങോട്ട് മാറി വിളിക്കും. അവർ ചിരിക്കുള്ളൂ, എന്നോട് ദിവസം പറയില്ല. പിന്നെ ജോസേട്ടൻ അറിയാലോ, ജോസേട്ടൻ ഈസ് എ വെരി ഒത്തിരി എന്നെ പല കാര്യങ്ങളിലും ഗൈഡും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ പുള്ളിയെ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് പല കാര്യങ്ങളും അതൊന്നും സാരമില്ല, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. ജോസേട്ടന് ഷീബ, അലക്സ്, റാബിൻ, പിന്നെ നമുക്കറിയാം ഷൈനി, ഫിനോ. ഞാനിപ്പോഴും എനിക്ക് അപ്പുവിൻ്റെ ഒഫീഷ്യൽ നെയിം എനിക്ക് ഇപ്പോഴും അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പു, അമ്മു, അച്ചു, അനാന, പിന്നെ ഇവിടെ ടോണി. ഞങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏത് പ്രോഗ്രാമിനും ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല സൂപ്പർ ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് അയച്ചത് ടോണി, ഫ്ലോറി, ടിൻസൺ, ടീന. അതുപോലെ അപ്പം ഞാൻ എല്ലാവരും കവർ ചെയ്തതാണ് എൻ്റെ വിശ്വാസം. ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്പൻ്റെ ഈ വിയോഗത്തിന് കണ്ടോളൻസ് അറിയിച്ചോളൂ. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഞാൻ അടുത്തായിട്ട് നമ്മുടെ ഇന്നത്തെ MC സജി തൈലാണ്. അങ്ങനെ സജി ഞാൻ ഇപ്പോൾ ക്ഷണിക്കാം. ഉറ്റവരുടെ വേർപാട്, അത് നമുക്ക് വരുന്ന വേദന, അതെങ്ങനെ നിർവചിക്കാൻ പറ്റുമെന്ന് വാക്കുകളില്ല. സ്നേഹം എന്തായിരുന്നു അതായിരുന്നു പറഞ്ഞിടം അപ്പൻ. ഞാനും എൻ്റെ അപ്പൻ്റെ മരിച്ചു, എൻ്റെ അപ്പത്തിനെ കണ്ടുകൊണ്ടിരുന്നത് ഈ പറഞ്ഞിടത്തിലൂടെയായിരുന്നു. ഒത്തിരി പേരാൽ സ്നേഹിക്കപ്പെട്ടും സ്നേഹം കൊടുത്തും നല്ല രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനായിട്ട് ഈ അപ്പൻ 96 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. അപ്പന് പ്രകൃതിയെ വളരെ സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അപ്പം മരിച്ച ആ ദിവസം പ്രകൃതി പോലും വിലപിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, പെട്ടെന്ന് തന്നെ അന്നത്തെ കാലാവസ്ഥ മാറി, തണുപ്പും സൂര്യപ്രകാശമൊന്നും ഇല്ലാതെ ആ പ്രകൃതി പോലും അപ്പന് മരിച്ചതിൽ വിലപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ദൈവം വിളിക്കുമ്പോൾ പ്രകൃതി പോലും വിലപിക്കുന്നു. ദുഃഖകരമായ നിമിഷത്തിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഞാനിവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയ ബിസിനസ് തുടങ്ങിയായിരുന്നു. അന്ന് ജോസേട്ടനേക്കും ഞങ്ങളൊക്കെ പാർട്ട്ണറായിരുന്നു. ജോസേട്ടനോട് ഞാനൊരിക്കൽ വീട്ടിൽ നിന്നപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞു, സജി, ബിസിനസ്സൊക്കെ നടക്കുന്നത് നല്ലതാണ്. ബിസിനസ് സക്സസ് ആയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സ്നേഹം എന്നും ഉണ്ടായിരിക്കണം. അന്നും ഇന്നും പറന്തലം ഫാമിലിയോട് എൻ്റെ സ്നേഹം ഒരേ അളവിൽ തന്നെയാണ്. ആ അളവിന് ഒരു മാറ്റം വന്നിട്ടില്ല. അത് അപ്പൻ്റെ വാക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നതോടൊപ്പം അപ്പനെ കുറിച്ച് 2 വാക്ക് പറയുന്നതിനായിട്ട് സെന്റ് അൽഫോൻസ് സിറോ മലബാർ സഭയുടെ പ്രതിനിധിയായിട്ട് അനിൽ അലോഷ്യസിനെ നിയമിക്കുകയാണ്. Good evening. It was a blessing for all of us at St. Alphonsus Malabar Catholic Church to have Mr. Kunjuri Varki Parinilam, whom we call Appan, as our senior most parishioner. He was one of the pioneer thinkers to have a church of our own
and for our community. And as a result, this financial and spiritual contribution was the first towards the church fund. He was a man of great dedication and principle, which you could see till the end of his life. Even with his health issues, he made it a point to attend church on most of the holy days and celebrations. It was truly a blessing to have him cut the appam and cake in the church during the celebration days. We are definitely going to miss him for the following days whenever we gather. As we know, Reverend Father James Nirupal is not here today, but he sends his blessings and prayers to the family. I, on behalf of the entire parish of St. Alphonsus Siro-Malabar Catholic Church, want to express our deepest condolence to the Parindal family. After the tears have dried and goodbyes have been said, all we have to hold on to are the happy memories that we have shared with our loving Appan. This is what will keep him alive in our hearts and in our minds. Once again, I just express my condolence on behalf of St. Alphonsus Siro-Malabar Catholic Church and pray for his soul to rest in peace. Thank you. Next, I would like to invite Thomas, the doctor, coming from Dallas. He's your Jordan's cousin. No, I'm sorry, he's not here now. Then I would like to invite Mr. Isan Thomas, representing for Kairali of Baltimore, Malayali Association. I'm standing here today on behalf of Kairali of Baltimore as its secretary. We are gathered here to celebrate the life of Appan, who was the senior most member of the Kairali of Baltimore, who is loving, caring, after all, have a wonderful and thoughtful smile all the time. The Parandilam family has been staunch supporters, benefactors, and the pillars of Kairali and helped tirelessly to make Kairali one of the most successful organizations. We are very fortunate to have Appan's two children as its past presidents, Mr. George Paranel and Mr. Jose Paranel. We also have many other family members as part of the current and past executive committee and as other office holders. And Appan, and he is the Appan for all of us. The loss of Appan that day hit hard for all of the members of Kairali. As everyone knows, Appan's faith in God, love of God, and his works of charity is an example for everyone who knows him. The Bible teaches that the ultimate crown of our life, when a man completes his journey in earth, is not that of any possessions, nor the bank balance or anything else, but heaven and able to sit next to the Almighty God. And having shown us by leading life with an example, not only to his children, grandchildren, and family, we as a community can say with confidence that Appan received the ultimate crown of being with the Creator. We are so proud to have Appan as our senior most member, and Kairali pay our deep respect and homage to a person for whom we have so much admiration. On behalf of Kairali of Baltimore, its president, Mr. Rahman Kadaba, who couldn't be here today, the entire executive committee, and each and every member of Kairali, I want to acknowledge and convey our deepest sympathy, condolences, love and respect to all the family and friends. Thank you, and may God bless you, and may the soul rest in his peace, rest in peace. And I convey condolences and love to everyone during this difficult time. Thank you.
moment, I think if we can sing a song. Alvin. Everybody should join for the song, yes. പാട്ടുപാടുന്ന സമയത്ത് ആർക്കെങ്കിലും ഓടി കാണാനായിട്ട് എല്ലാവർക്കും വരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും പോകാൻ എടുക്കാനുള്ളവർക്കായാലും വന്ന് കാണാവുന്നതാണ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രോഗ്രാം. രണ്ടോ മൂന്നോ സ്പീച്ച് കഴിഞ്ഞിട്ട് ഒരു പാട്ട്, അതിനിടയ്ക്ക് ആ പാട്ടിൻ്റെ സമയത്ത് ആർക്കെങ്കിലും വന്ന് ഓടി കാണാവുന്നതാണ്. Now I would like to invite James Pandela. ജോർജിയുടെ എൽഡർ സണ്ണാണ്. I would like to say a few words from him.
gratitude to all of you who come to show respect to our Papa and the love you show us by coming here today. We are truly grateful, and it is a statement to his respect by the community to have you all here today. First, let me introduce myself. I'm Jimmy. I'm the eldest grandchild and the most handsome grandson. I got all of Papa's great hair, but none of his height. Alex, Ronnie, and Tinson got all the height. So maybe some of the other great-grandchildren are a little bit better looking than I am. It's okay, you know, if you want to laugh or smile, because Papa always had a smile for us grandchildren. He always lit up when I saw him together. He always, you know, found a way to connect with each of the grandkids, whether it's playing games or making a funny face or just, you know, a simple pat or hug or kiss. To us, he was a big softie. He was a marshmallow, big white marshmallow, white shirt, white hair, and big hug. That's all we wanted from him. And the grandchildren adored him. And it wasn't like this all his life. He was soft with the grandchildren. He was so loving and caring with the grandchildren. But to understand him, you have to kind of understand where he came from. And this August, my family got to go to his hometown in Kerala, in Chalakudy, Kerala. And for those who don't know about Kerala, Kerala is probably what I consider the most beautiful place in the world. The greenest, luscious, most fertile land you will ever see. Trees and waterways everywhere. And in the town of Chalakudy, there is a river, Chalakudy River, that snakes across Chalakudy. And a newly built bridge, I think maybe in the past few years, right across the river, it's called Chalakudy Bridge. My family, my two kids, Akash and Neha, and I, were able to stand on that bridge and look over and see along the waterway the property where our Apapan was born, where we all started, was in this small property right along the riverside, which would flood on occasion and allowed our Apapan to gather firewood during the time of flooding as the wood would come down. As a kid, he would bathe in that river and, you know, fish in that river, and, you know, he grew up right along that river. And like most in that town, agriculture was a big thing. You grew up, you took care of the land, you were connected with the land. He grew up and he became a farmer like his family. And farming in Kerala is probably work that the grandchildren will never see. That hard work, physical work, climbing up trees, cutting down coconuts, carrying coconuts back and forth. And it's a hard job. It's, you know, but he had 8 children to take care of and a wife. So he did the hard work to take care of them. He sacrificed a lot to take care of these children. And when time came, you know, the soft Apapan we knew was a little bit harder for his children. But that is because the land, the work he did was hard work. We got lucky because 30 years ago, almost 30 years ago this week, 28 years ago this week, he came to this country. Our parents brought him here. And instead of being a farmer, he got to be a different type of farmer. Instead of farming plants and coconut trees and fruit, he got to farm a family where the kids that he invested in, he put his hard work towards, got to come to this country and start to be fruitful as themselves within their own families. You know, when it was just a papa and a mama and us, it was just the 5 of us, and then it grew to all the children coming, and then all the grandchildren started arriving, and then it became 18 grandkids, and then 6 grandchildren, great-grandchildren. And I think it's important to know that this boy, little boy from Chalakudy, came all the way across the world. He was a farmer in Chalakudy to sow gardens all the way across the world.
on the other side of the world. And to understand him, you have to understand that farmer in him. Because here, at every house of his children is a garden. And they got that ability to grow from him, to nurture plants, to nurture children from him and a mama. And so every time he would go to one of their house, he would check their garden out. Because that's the farmer in him. He wants to see those plants. He wants to see how those produce work. But he also would have to check, make sure the children are okay as well. There's nothing more to say to that except for what he did with Shiny Auntie's family. When we lost our Sabi uncle, he was done being a father, but he had to step up again. And we had, and for Joseph, Amo, and Sabin, and he stood up and he became that farmer again, where he raised those children. And there's a saying, what you reap, you will sow. And look at his family, and you can see how fruitful and bountiful he has been. And his family is a testament. They adore him. They love him. And we will miss him, but we also thank him for all the work he has done, back from Kerala to today, for our family. And I don't think, there's not another way I would like to live my life than him, having his family surround him and adore him like this. Thank you very much. Thank you, Mr. James. Air conditioner, ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ചൂട് വേണമെന്നറിയാം. അവരെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വയം ക്ഷമിക്കുക. നെക്സ്റ്റ് I would like to invite Joseph Thomas to say a few words. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും മുതിർന്ന അംഗവും നമ്മളെല്ലാവരും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ മാത്രം ആദരിച്ചിരുന്ന വ്യക്തിയുമായ പറഞ്ഞലും അപ്പൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചിക്കുന്നതിനും അദ്ദേഹത്തോടുള്ള ആദരവും കുടുംബാംഗങ്ങളോട് നമുക്കുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നതിനും വേണ്ടി കൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ രണ്ട് വാക്ക് പറയാനൊരു അവസരം ലഭിച്ചതിൽ നന്ദി. അപ്പനെപ്പറ്റി ഇവിടെ പറഞ്ഞു കേട്ട കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് എന്നതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറയാം. പുത്രസമ്പത്തും ദീർഘായുസും ദൈവകൃപയുടെയും പരിപാലനയുടെയും ദൈവ നടത്തിപ്പിൻ്റെയും ലക്ഷണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ടയാളാണ് അപ്പൻ. അങ്ങനെയെങ്കിൽ ആ അനുഗ്രഹം, ആ ദൈവാനുഗ്രഹം, ആ ദൈവപരിപാലന വളരെയധികം ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൻ എന്ന പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. 87-88 കാലഘട്ടം മുതൽ ആണ് ഈ ബൾട്ടിമോറിൽ അപ്പൻ വന്നിരുന്നത്. ആ കാലം മുതൽ ഒരുവിധപ്പെട്ട മിക്കവാറും എല്ലാവർക്കും നമുക്ക് അപ്പനെ അറിയാം. കഠിന അധ്വാനി, ദാനധർമ്മിഷ്ഠൻ, എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന വ്യക്തി. എപ്പോൾ കണ്ടാലും ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ എപ്പോൾ കണ്ടാലും എന്തൊരു വിശേഷം എന്ന് ചോദിക്കുന്ന ആ ഒരു സ്നേഹം നമ്മൾ ഒരു കാലത്തും മറക്കുവാൻ പോകുന്നില്ല എന്നും സ്നേഹത്തോടുകൂടി തന്നെ നമുക്ക് അതിനെ അനുസ്മരിക്കാം. സഭയ്ക്ക് വേണ്ടി, സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി വൈദികരെയും കന്യാസ്ത്രീകളെയും അയക്കുക എന്നത് ഒരു അഭിമാനമായി കരുതുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. അപ്പൻ്റെ മൂത്ത മകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് പല കന്യാസ്ത്രീമാരും വൈദികരും സഭയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചു എന്ന് അപ്പൻ എപ്പോൾ കാണുമ്പോഴും അഭിമാനത്തോടുകൂടി തന്നെ പറഞ്ഞിരുന്നു. ആ ദൈവവിളി അപ്പനിൽ ധാരാളം പ്രകടമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പന് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ ആക്ടിവിറ്റിയിൽ അദ്ദേഹത്തിന് സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെതായ സംഭാവന ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കാം. 87 കാലഘട്ടങ്ങളിലൊക്കെ
നമ്മുടെ സമൂഹം ഇടവകയായിട്ടോ മിഷനായിട്ടോ രൂപാന്തരപ്പെട്ടിരുന്നില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന്, മിക്കവാറും എല്ലാ ക്രൈസ്തവ സമൂഹവും ഒന്നിച്ച് ചേർന്ന് എവിടെ നിന്നെങ്കിലും ഒരു വൈദികനെ വിളിച്ചു കൊണ്ടുവന്ന് നമ്മളൊരു ഏതെങ്കിലും ഒരു ഹാളിൽ കൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ എപ്പോഴും സമയമോ സംഭാവനയോ ലഘുഭക്ഷണമോ ഉണ്ടാക്കിക്കൊണ്ട് വന്നുകൊണ്ട് അപ്പൻ്റെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ലീഡർഷിപ്പ്. ഞാൻ എൻ്റെ വിശ്രമ ജീവിതത്തിൽ മക്കളോട് താമസിക്കാൻ വന്നിരിക്കുന്ന ആളാണ്, എൻ്റെ കാര്യമല്ല ഇതൊന്നും എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്നിരുന്നില്ല. ആ ലീഡർഷിപ്പ് എടുക്കുകയും അതിൽ നമ്മളെല്ലാവരെയും സഹായിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും അപ്പൻ്റെ ആ ഒരു നേതൃപാഠവും മക്കളിൽ തന്നെ കാണുന്നുണ്ട്. എല്ലാ മക്കളും സജീവമായ സമൂഹത്തിൽ സജീവമായ സാന്നിധ്യമാണ്. നമ്മുടെ കാത്തലിക് കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ജോർജ് വളരെയധികം ആദ്യകാലങ്ങളിൽ വളരെയധികം അതിനെ പ്രയത്നിച്ചിരുന്നു. ആ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു ഇടവകയായിട്ടൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പൻ തീർച്ചയായും ആ കാര്യങ്ങളിലേക്ക് സംഭാവന ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. അപ്പൻ്റെ അധ്വാനശീലത്തെ പറ്റിയും ദാന ധർമ്മ ശീലത്തെ പറ്റിയും ഒക്കെ ഞാൻ ഇവിടെ എനിക്ക് വന്നിരിക്കുന്ന കൂടുതൽ ഞാൻ പറയുന്നില്ല. കുടുംബാംഗങ്ങളോട് തീർച്ചയായും സ്നേഹപൂർവ്വമുള്ള, പ്രത്യേകിച്ച് അമ്മച്ചിയോട് സ്നേഹപൂർവ്വമുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ജോസഫ് ചേട്ടൻ. ഈ സമയത്ത് നമ്മളൊരു പാട്ട് പാടുന്നതായിരിക്കും. പാട്ടിൻ്റെ സമയത്ത് വ്യൂയിങ്ങിന് വരാനായിട്ട് എല്ലാവർക്കും തന്നെ ഒന്ന് വ്യൂ ചെയ്യുന്നതായിരുന്നു അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. You